നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ കോൺകോഡ് എന്ന് പറയുന്ന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കോൺകോഡിൽ റൂൾ നമ്പർ 12 വരെയുള്ള റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡീറ്റെയിൽഡ് ആയിട്ട് 12 റൂൾസ് പറഞ്ഞതാണ്. അപ്പോൾ ഇനി 1-2 റൂൾസ് നമുക്ക് നോക്കാനുണ്ട്. അതും കൂടെ ആകുമ്പോൾ കോൺകോഡ് കംപ്ലീറ്റ് ആവും. അപ്പോൾ റൂൾ നമ്പർ 13 ആണ് പറയാൻ പോകുന്നത്, 13ാമത്തെ റൂള്. അതായത് ചില വേർഡ്സുകൾ, അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് സിസേഴ്സ് എന്ന് പറയുന്ന വേർഡ്സ്, അതുപോലെ ഷൂസ് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഈ ഷൂസ് എന്നൊക്കെ പറയുമ്പോൾ ജോഡിയാണ്, ഓക്കെ, പെയേഴ്സ് ആണ്. അപ്പോൾ ഷൂസ്, അതുപോലെ തന്നെ പാൻസ്, ജീൻസ്, ട്രൗസേഴ്സ്, സ്പെക്ടക്കിൾസ്, ഇത്തരത്തിലുള്ള വേർഡ്സുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള വേർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓട്ടോമാറ്റിക്കലി ഇത്തരത്തിലുള്ള വേർഡ്സുകൾ പ്ലൂറൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. കാരണം ദീസ് വേർഡ്സ് ആർ കാൾഡ് പെയർ നൗൺസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളെ ഓൾറെഡി അറിയപ്പെടുന്നത് പെയർ നൗൺസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ജോഡികളായിട്ടാണ് ഇവ കാണപ്പെടുന്നത്. അപ്പോൾ സിസേഴ്സ് എന്ന് പറയുമ്പോൾ അതായത് സിസേഴ്സ്, രണ്ട് തുമ്പില്ലേ, അത്തരത്തിൽ. സ്പെക്ടക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് കണ്ണിലും വെക്കാനുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെയർ ആണ്. അപ്പോൾ പെയർ നൗൺസ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെയർ നൗൺസ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് വെർബായിരിക്കും വരുന്നത്? പ്ലൂറൽ വെർബായിരിക്കും വരുന്നത്. അപ്പോൾ ഇവ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്ലൂറൽ വെർബ് മാത്രമേ വരത്തുള്ളൂ. എക്സാമ്പിൾ നോക്കിക്കേ, ഹിസ് സ്പെക്ടക്കിൾസ് കോസ്റ്റ് 10,000 എന്നാണ് വരുന്നത്. അപ്പം ഹിസ് സ്പെക്ടക്കിൾസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് പെയർ നൗൺസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തത് വരേണ്ടത് എന്താണ്? പ്ലൂറൽ നൗൺ ആണ്, പ്ലൂറൽ വെർബ് ആണ്. അപ്പോൾ പ്ലൂറൽ വെർബ് വരുമ്പോൾ എന്താണ്? കോസ്റ്റ് തന്നെ വരും. ഹെർ ജീൻസ് ആർ ബ്യൂട്ടിഫുള്ളി സ്റ്റിച്ച്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ജീൻസ് എന്ന് പറയുന്നത് ഏതാണ്? പെയർ നൗൺസ് ആണ്. അപ്പോൾ പെയർ നൗൺ ആയതുകൊണ്ട് തന്നെ അതിനുശേഷം വരുന്നത് എന്താണ്? ഈ പറയുന്ന ആർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. ആർ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി വെർബിൽ തന്നെ പ്ലൂറൽ വെർബാണ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ വേർഡ്സുകൾ വന്നാൽ നമ്മൾ എഴുതേണ്ടത്. എന്നാൽ ഇവിടെയും ഒരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാക്കുകൾക്ക് മുൻപിൽ എ വന്നാൽ, അതായത് ഇപ്പം എങ്ങനെയാ പറയുന്ന, ലൈക്ക് എ പെയർ ഓഫ് ഷൂസ് എന്നാണ് പറയുന്നത്. നേരത്തെ ഷൂസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ സ്പെക്ടക്കിൾസ് എന്ന് മാത്രം പറയുകയാണ്. പക്ഷേ ഈ വേർഡ്സുകളുടെ മുന്നിൽ എ എന്ന് പറയുന്ന ഒരു ഒന്ന് വന്നാൽ, എ പെയർ ഓഫ് ഷൂസ്, എ പെയർ ഓഫ് പാൻസ്, എ പെയർ ഓഫ് സിസേഴ്സ്, എ പെയർ ഓഫ് ട്രൗസേഴ്സ്, ഇങ്ങനെയാണ് വരുന്നത് എങ്കിൽ നമ്മൾ പിന്നീട് ഉപയോഗിക്കേണ്ടത് എന്താണ്? സിംഗുലർ വെർബ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക. നോർമലി സിസേഴ്സ്, പാൻസ്, ജീൻസ് അങ്ങനെ വരികയാണെങ്കിൽ അത് പ്ലൂറലായി കൺസിഡർ ചെയ്തിട്ട് തൊട്ടടുത്ത വെർബും എന്തായിരിക്കണം? പ്ലൂറൽ വെർബ് ആയിരിക്കണം. പക്ഷേ എ പെയർ ഓഫ് പാൻസ് അല്ലെങ്കിൽ എ പെയർ ഓഫ് സിസേഴ്സ് അത്തരത്തിലാണ് വരുന്നത് എങ്കിൽ അതിനുശേഷം വരുന്നത് എന്തായിരിക്കണം? സിംഗുലർ വെർബ് ആയിരിക്കണം. എക്സാമ്പിൾ നോക്കിയേ, എ പെയർ ഓഫ് ഷൂസ് വാസ് ബോട്ട് യെസ്റ്റർഡേ. അതായത് എ പെയർ ഓഫ് ഷൂസ് ആണ്. അപ്പോൾ എ പെയർ ഓഫ് ഷൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനുശേഷം വരേണ്ടത് എന്താണ്? സിംഗുലർ വെർബാണ്. അതാണ് നമ്മളിവിടെ വാസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് റൂൾ നമ്പർ 13 എന്ന് പറയുന്നത്. ഇനി റൂൾ നമ്പർ 14 ആണ്. അതായത് ജെറണ്ടുകൾ വരികയാണെങ്കിൽ, അതായത് ജെറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജെറണ്ടിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. അതായത് ജെറണ്ട് എന്ന് പറഞ്ഞാൽ ING ഫോം ഓഫ് ദി വെർബ്, ING ഫോം ഓഫ് ദി വെർബിനെയാണ് ജെറണ്ടുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ വാക്ക് എന്ന് പറയുന്ന വെർബിന്റെ ജെറണ്ട് എന്ന് പറഞ്ഞാൽ വാക്കിംഗ് എന്ന് പറയും. റീഡ്, റീഡിങ് ജെറണ്ട് ആവുമ്പോൾ. അങ്ങനെ ING ഫോം ഓഫ് ദി വെർബാണ് ജെറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ജെറണ്ടുകളാണ് വരുന്നത് എങ്കിൽ ജെറണ്ടുകൾക്ക് ശേഷം വരുന്ന വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ വെർബ് ആയിരിക്കും വരുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, ഇത് വളരെ എളുപ്പമാണ്. എക്സാമ്പിൾ നോക്കിയേ, ഡൂയിങ് യുവർ ഹോം വർക്ക് അറ്റ് സ്കൂൾ ഈസ് നോട്ട് റെക്കമെൻഡഡ്. അതായത് ഡൂയിങ്, ഡു എന്ന് പറയുന്നത് നോർമൽ വെർബാണ്, ഡു. അപ്പോൾ ഡൂവിൻ്റെ ജെറണ്ടാണ് ഡൂയിങ് എന്ന് പറയുന്നത്. അതായത് ING ചേർത്തു. അപ്പോൾ ഡൂവിൻ്റെത് ഡൂയിങ്. അപ്പോൾ ഡൂയിങ് കഴിഞ്ഞ് പിന്നീട് വരുന്ന വെർബാണ് ഈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോംവർക്ക്, അത് വർക്ക് എന്നുള്ളത് നമ്മൾ വെർബായിട്ട് എടുക്കല്ലേ, അത് ഹോംവർക്ക് എന്നുള്ളത് ഒരു പ്രക്രിയയാണ്, അങ്ങനെ എടുക്കാവൂ. പിന്നെ ഇവിടെ വെർബായിട്ട് വരുന്നത് ഏതാണ്? ഈസ് എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയേ, ഡൂയിങ് ഈസ്, അതായത് ING ജെറണ്ട് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന വെർബ് എന്തായിരിക്കും? സിംഗുലർ വെർബ് ആയിരിക്കും. ഇതാണ് അടുത്ത റൂൾ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള റൂൾസ് ആണ്. ഇനി റൂൾ നമ്പർ 15 എന്ന് പറയുന്ന റൂളാണ്. അതായത് 15 വളരെ എളുപ്പമുള്ളൊരു റൂളാണ്. അതായത് സാധാരണഗതിയിൽ നമ്മൾ സബ്ജക്റ്റിൻ്റെ പേര് പറയും. അതായത് ഇപ്പോൾ ഫിസിക്സ്, മാത്തമെറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അത്തരത്തിലെ സബ്ജക്റ്റിൻ്റെ പേര് പറയും. നോക്കിയേ, ഈ സബ്ജക്റ്റിൻ്റെ പേരുകളെല്ലാം അവസാനിക്കുന്നത് SSS ആണ്. എസ്സിലല്ലേ അവസാനിക്കുന്നത്? ഫിസിക്സ്, മാത്തമെറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം എസ്സിൽ അവസാനിക്കുന്നു. അതുപോലെ ഡിസീസസ്, എയ്ഡ്സ്, അതുപോലെ റിക്കറ്റ്സ്, മംസ്, ഇതൊക്കെ
ഏതിൽ അവസാനിക്കുന്നത്? എസ് എന്ന് പറയുന്ന വേർഡിലാണ് അവസാനിക്കുന്നത്. ഇനി എസ് എന്ന് പറയുന്ന വേർഡ് അല്ല, ലെറ്ററിലാണ് അവസാനിക്കുന്നത്. ഇനി അതുപോലെ തന്നെ എന്താ ചില ഗെയിംസുകളുണ്ട്. ഏതാണ്? ടെന്നീസ്, ചെസ്, അതൊക്കെ എസ് എന്ന് പറയുന്ന ലെറ്ററിലാണ് എന്ത് ചെയ്യുന്നത്? ഓട്ടോമാറ്റിക്കലി അവസാനിക്കുകയാണ്. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ നാച്ചുറലി ഇത് സംഭവിക്കുന്നതാണ്. അതുപോലെ റുപ്പീസ് എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എന്തിൽ അവസാനിക്കുകയാണ്? എസ്സിൽ അവസാനിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ എസ്സിൽ അവസാനിക്കുന്നു എന്ന് കണ്ട് നമ്മൾ ഓടിക്കയറി അത് പ്ലൂറൽ ആണ് എന്ന് വിചാരിക്കരുത്. കാരണം ഫിസിക്സ് എന്ന് പറയുമ്പോൾ അത് കാണുമ്പോഴേ എസ്സിൽ അവസാനിക്കുന്നു, അതുകൊണ്ട് പ്ലൂറൽ ആണ് എന്ന് വിചാരിക്കരുത്. അതിനെ എന്തായിട്ട് എടുക്കുക? സിംഗുലർ ആയിട്ടല്ലേ എടുക്കുന്നത്? സിംഗുലർ ആയിട്ട് എടുക്കുക. അതിനുശേഷം വരുന്ന വെർബും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. അപ്പൊ ഇത് തെറ്റാൻ ചാൻസ് വരുന്നത് സാധാരണഗതിയിൽ നമുക്ക് ഒരു നൗണിനെ എസ് ചേർത്ത് അതിനെ പ്ലൂറലാക്കി മാറ്റാം എന്നാണ് സാധാരണഗതിയിൽ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോൾ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ അത് കരുതി ഫിസിക്സ് എസ് ലാസ്റ്റ് കാണുന്നു എന്ന് കരുതി അത് പ്ലൂറലായി എടുക്കരുത്. അതിനുശേഷം വരുന്നത് സിംഗുലർ വെർബ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വേർഡ്സുകൾ, ഇത്തരത്തിൽ എസ്സിൽ അവസാനിക്കുന്ന ഡിസീസസ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സിംഗുലർ ആയിട്ട് എടുക്കുക. അതിനുശേഷം വരുന്ന വെർബും സിംഗുലർ ആയിരിക്കും. നോക്കിക്കേ, എക്സാമ്പിൾ നോക്കിക്കേ. ദ ഹാരി പോട്ടർ സീരീസ് ഈസ് എ ബുക്ക് റിട്ടൺ ബൈ ജെ.കെ. റോസ്റ്റിംഗ്. അതായത് ഹാരി പോട്ടർ സീരീസ്, അവിടെ സീരീസിന് എസ് ഉണ്ട് എന്ന് കരുതി അത് പ്ലൂറൽ അല്ല, അവിടെ അത് സിംഗുലർ ആണ്. അതിനുശേഷം വരുന്നത് ഈസ് എന്ന് പറയുന്നത് സിംഗുലർ വെർബ്. അപ്പൊ കറക്റ്റ് ആയില്ലേ? ഈ രീതിയിലായിരിക്കണം പരിഗണിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കോൺകോഡിലാണ്. അപ്പോൾ കോൺകോഡിൽ ഏകദേശം ഒരു 15ഓളം റൂൾസ് നമ്മൾ പഠിച്ചു. 4 ക്ലാസ്സുകളിലായിട്ട് 15 റൂൾസുകളോളം പഠിച്ചു. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 15 റൂൾസ് ആണ് പറഞ്ഞത്. അപ്പം ഇത് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക.